ഇത്തവണത്തെ വെക്കേഷന് ബാംഗ്ലൂർ പോവാന്നും തീരുമാനിച്ച് ഞങ്ങൾ എല്ലാവരും ഫുൾ റെഡി ആയിട്ട് കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാം പാക്കൊക്കെ കഴിഞ്ഞു, എല്ലാവരും റെഡിയാണ്. ഇനി ഓട്ടോയും കൂടി വന്നാൽ മതി. ഇത്തവണ വെക്കേഷന് സാധാരണ എല്ലാ വെക്കേഷനും ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഇത്തവണ ഞങ്ങൾ ബാംഗ്ലൂരിലോട്ട് വിടാമെന്നും പറഞ്ഞിട്ട് അത്താണി ബസ് സ്റ്റാൻഡില് ബസ്സും കാത്ത് നിന്ന് ബസ്സിൽ കയറി. Filter coffee steaming in a paper cup. City waking up while the sun shows up. From MG Road to the corner chai. Every little moment feels ഞാൻ റൂമിന്റെ പുറത്തുനിന്ന് കാണുന്ന കാഴ്ചയാട്ടോ ഇത്. ഇവിടെ മെട്രോ ഉണ്ട്, പിന്നെ കുറേ നീല ഓട്ടോകൾ, അത് കാണാൻ നല്ല രസമുണ്ടായി. പിന്നെ ഞങ്ങൾ നേരെ പോവാന്ന് വെച്ചത് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിലോട്ടാ. അവിടെ നിന്ന് വെച്ചാൽ സഫാരിയാ. നമ്മളൊരു ബസ്സിൽ കയറ്റിയിട്ട് കാടിന്റെ ഉള്ളിലൂടെ നമ്മളെ മൃഗങ്ങളെ കാണിക്കും. Lunch in a lane where the old trees lean. Somber on the table and a perfect screen. Laughing with my friends in the open air. Clouds rolling like they were always there. ഒട്ടും വിശപ്പ് സഹിക്കാൻ പറ്റാത്തോണ്ട് പിന്നെ ഞങ്ങള് നാഗാർജുന ഹോട്ടലിൽ കയറിട്ടോ. നല്ല ഹോട്ടലാണ്, പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അവിടെ ഫുള്ള് റിസർവ്ഡ് ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു 20 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഡിഷസ് ഒക്കെ ട്രൈ ചെയ്തു. അവിടുത്തെ ആന്ധ്ര സ്റ്റൈൽ ചോറാണ് ഞാനും അമ്മയും കഴിച്ചത്. ചേട്ടനും അച്ഛനും നല്ല അവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. എല്ലാം നല്ല രുചി ഉണ്ടായി. ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ലാൽബാഗിലോട്ടോ പോയേ. ലാൽബാഗ് എന്ന് വെച്ചാൽ നല്ല രസമാണ്. നല്ല കാറ്റൊക്കെ കൊണ്ട് അവിടെ നിന്ന് പട്ടണം കാണാൻ പറ്റും. ബാംഗ്ലൂർ പട്ടണം. അതിന്റെ മുകളിൽ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് നമുക്ക് ഫുൾ വ്യൂ കിട്ടും. അങ്ങനെ അവിടുത്തെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കെന്നത്ത് എന്ന് പറഞ്ഞൊരു സായിപ്പിന് എന്റെ ഡ്രസ്സ് ഇഷ്ടമായിട്ട് സായിപ്പ് എന്നോട് ചോദിച്ച് ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ച് പുള്ളിക്കാരന്റെ ഫോണിൽ എടുത്ത ഫോട്ടോ കാണിച്ച് തന്നെയാണ് ഈ കാണുന്നത്. അങ്ങനെ കെന്നത്ത് സായിപ്പുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് പുള്ളിക്കാരൻ വലിയ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത്, കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് വലിയ പുള്ളി. ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ല. പിന്നെ ഐഫോൺ എന്നോട് വാങ്ങിക്കുമ്പോ എനിക്ക് അയച്ചുതരാന്നൊക്കെ പറഞ്ഞു. ഫോട്ടോ ഓക്കെ ആയിക്കോട്ടെ. മഴയായത് കൊണ്ട് ലാൽബാഗിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് അടുത്തുള്ള മാളുണ്ടായിരുന്നു. അവിടെ ബാംഗ്ലൂർ മാളിൽ കയറിയിട്ട് അന്നത്തെ ദിവസം ഞങ്ങൾ തീർത്തു. പിന്നെ പിറ്റേ ദിവസം ആയപ്പോ സെക്കൻഡ് ഡേ ആയപ്പോ രാവിലെ തന്നെ പ്രാവിനും ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ എങ്ങോട്ടാന്ന് വെച്ചാൽ രാവിലെ അവിടെ അടുത്തുള്ള ഒരു പാർക്കുണ്ട്, അവിടെ പോയിട്ട് നല്ല കേരളത്തിൽ കാണുന്ന മാതിരിയുള്ള നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അവിടെ പട്ടണത്തിൽ നിന്നൊക്കെ മാറി ഒരു നിശബ്ദതയും ഫുൾ നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു അത്. നല്ല രസമായിരുന്നു ആ ഒരു യാത്ര. പിന്നെ ഞങ്ങൾ നേരെ കബ്ബൺ പാർക്കിലോട്ട് വിടാന്ന് വെച്ചു. കബ്ബൺ പാർക്കും അങ്ങനെ കണ്ട് അവിടെ കുറെ നേരം അങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറെ മരങ്ങളും അങ്ങനെ രാവിലെ നല്ലൊരു കാം അന്തരീക്ഷത്തിൽ ഇങ്ങനെ നമുക്ക് നടക്കാനൊക്കെ പറ്റും. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളതാണ് വിധാൻ സൗദ. വിധാൻ സൗദ ഒരു രക്ഷയില്ല. നേരിട്ട് കണ്ടാൽ നമ്മൾ അന്താളിച്ച് ഇങ്ങനെ നിന്ന് പോകും. അതേമാതിരിയാണ് അവിടുത്തെ വിധാൻ സൗദ. ഗവൺമെന്റ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക് എന്നാണ് അവരുടെ ഒരു ചൊല്ല്. അതൊരു രക്ഷയുണ്ടായില്ല. ഒരു വലിയ വലിയ യമണ്ടൻ കെട്ടിടങ്ങളാണത്.
filter coffee. പിന്നെ നമ്മൾ നേരെ ബാംഗ്ലൂർ പാലസിലോട്ട് വന്നു. ബാംഗ്ലൂർ പാലസ് എന്ന് വെച്ചാൽ നല്ല രസമാണ് പുറത്തുനിന്ന് അതിന്റെ വ്യൂ കാണാനായിട്ട്. പിന്നെ ഉള്ളിൽ നല്ല ഹിസ്റ്റോറിക്കൽ, നമുക്ക് അറിയാലോ രാജകൊട്ടാരന്മാര് രാജാക്കന്മാരുടെ കുറെ കാര്യങ്ങളൊക്കെ എഴുതി അങ്ങനത്തെ സ്ഥലം. Can you do it all again? From tech parks to old stone. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാനായിട്ട് നന്ദിനി ഡിലക്സ് എന്ന് പറയണ 1989 തൊട്ടുള്ള ഹോട്ടലാണെന്നാണ് പറയണത്. അവിടെയും നല്ല ഫുഡായിരുന്നു. നേരെ ബുക്ക് തുറന്നപ്പോൾ അവിടെ കണ്ട ബിരിയാണി തന്നെ എനിക്ക് വേണമെന്നും പറഞ്ഞിട്ട് അത് തന്നെ ഞാൻ ഓർഡറും ചെയ്തു. അത് നല്ല പനീർ ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് നല്ല രുചിയായിരുന്നു. ഈ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും മസാലയൊക്കെ കുറവാണല്ലോ എന്ന്, പക്ഷെ ഒരു രക്ഷയില്ലാത്ത രുചിയാണ് അവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ. അങ്ങനെ അവിടുത്തെ ബിരിയാണിയും ചിക്കൻ ലോലിപോപ്പും കുൽഫയും അങ്ങനെയൊക്കെ കണ്ട് ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് അവിടുത്തെ ചേട്ടന് എന്തോ വിഷമം തോന്നിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ എടുത്തു തരാൻ മോളെ എന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ വീഡിയോ എടുക്കണതാണ് ഈ കാണണത്. ഞങ്ങൾ അങ്ങനെ ഫുഡും അടിച്ച് ചേട്ടനൊരു നാണം ലോലിപോപ്പും പോക്കി കാണിക്കേണ്ട ഇടയ്ക്ക് എന്തിനാണാവോ എന്തോ. ഞാൻ നല്ല തീറ്റയാണ്, ഒരു രക്ഷയില്ലാത്ത രുചിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിച്ചിട്ട് നേരെ ഞങ്ങൾ ഇന്ത്യാസ് ലാർജസ്റ്റ് അക്വേറിയം, അത് ബാംഗ്ലൂരാണ് സ്ഥിതി ചെയ്യണത്, അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ നല്ല രസമാണ്. എല്ലാ തരം മീനും, കടലിനുള്ളിൽ കാണുന്ന എല്ലാ തരം മീനും നമുക്ക് കാണാൻ പറ്റും. എല്ലാം എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത്തിരിയെ കാണിക്കണുള്ളൂ. പിന്നെ അവിടുത്തെ മെയിൻ കാണേണ്ട സംഭവമാണ് ഒരു ടണല്. അതിൻ്റെ ഉള്ളിൽ മത്സ്യകന്യമാരുടെ ഡാൻസ്, അത് നേരിട്ട് കണ്ട നല്ല രസമാട്ടോ. അതൊന്നും കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ കാഴ്ചയും മത്സ്യകന്യമാരും പിന്നെ സ്കൂബ ഡൈവിംഗ് ഒക്കെ കണ്ട് ഞങ്ങൾ നേരെ തൊട്ടടുത്ത് സ്നോ സിറ്റിയിൽ കയറിയായിരുന്നു. അവിടുത്തെ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ വൈകിട്ടായപ്പോഴേക്കും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് മാംഗോ ബിയർ ട്രൈ ചെയ്യാനായിട്ട് അവിടുത്തെ ബാംഗ്ലൂര് എല്ലാ പബ്ബിലും കയറിയിട്ടും ഫുള്ള് റിസർവ്ഡ് ആയതുകൊണ്ട് അത് മാത്രം ട്രൈ ചെയ്യാൻ പറ്റിയില്ല.